എല്ലാവർക്കും നമസ്കാരം. 2024-25 അധ്യയന വർഷത്തിലെ 1-ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. കേട്ട് ചെയ്യുക. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ടീച്ചറിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ടീച്ചർ കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും. അതിനുശേഷം ടീച്ചർ കുറച്ച് സെൻറ്റൻസുകൾ പറയും. ആ സെൻറ്റൻസ് ശരിയാണെങ്കിൽ താഴെയുള്ള ബോക്സുകളിൽ ടിക്ക് മാർക്ക് ഇടുക, തെറ്റാണെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യുക. ഇതൊരു ഗെയിം പോലെയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ടീച്ചർ സെൻറ്റൻസുകൾ പറയുന്നത് ആക്ടിവിറ്റി 1-ൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ടീച്ചർ സെൻറ്റൻസുകൾ പറയുന്നത്. ഒന്നാമതായി ടീച്ചർ പറയുന്ന സെൻറ്റൻസ്, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. പപ്പി ഒരു മേറ്റിന് പുറത്ത് ഉറങ്ങുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്നാമത്തെ ബോക്സിൽ ടിക്ക് മാർക്ക് നൽകുക. ശരിയാണ് അല്ലേ? അപ്പം നാം എന്ത് ചെയ്യണം? ഒന്നാമത്തെ ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. രണ്ടാമതായി ടീച്ചർ പറയുന്ന സെൻറ്റൻസ്, എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ഒരു ടോയ് കാർ ആ ടേബിളിന് പുറത്തിരിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണോ? ടേബിളിന് താഴെയാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ കോളത്തിൽ ഇൻറ്റു മാർക്ക് ഇടുക. മൂന്നാമതായി ടീച്ചർ പറഞ്ഞ സെൻറ്റൻസ്, എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് തത്ത പറക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത് അല്ലേ? അപ്പോൾ നോക്കൂ, തത്ത എവിടെയാണ്? മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ചിത്രത്തിൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കോളത്തിൽ എന്ത് ചെയ്യുക? ഇൻറ്റു മാർക്ക് നൽകുക. നാലാമതായി ടീച്ചർ പറഞ്ഞ സെൻറ്റൻസ്, എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. പൂച്ച ടേബിളിന് പുറത്തിരിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയേ, പൂച്ച ടേബിളിന് പുറത്തിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നാലാമത്തെ കോളത്തിൽ ടിക്ക് മാർക്ക് നൽകുക. അഞ്ചാമതായി ടീച്ചർ പറഞ്ഞ സെൻറ്റൻസ്, എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ശരിയാണ്. അവിടെ ക്ലോക്ക് ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ടിക്ക് മാർക്ക് അഞ്ചാമത്തെ കോളത്തിൽ നൽകുക. ആക്ടിവിറ്റി നമ്പർ 2, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ കേറ്റ്. പപ്പി എന്താണ് കേറ്റിനോട് ചോദിച്ചത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ പപ്പി എന്തോ ചോദിക്കുന്നു അല്ലേ? അതാണ് നാം എഴുതേണ്ടത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പൂച്ച എന്താ പറയുന്നത്? യെസ് ഐ ക്യാൻ. അതെ, എനിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പപ്പി എന്തായിരിക്കും ചോദിച്ചിരിക്കുക? നിങ്ങൾ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യം തന്നെയാണ്. ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവു എന്ന് പറയാൻ കഴിയുമോ? അതിന് മറുപടിയാണ് പൂച്ച പറഞ്ഞത്, യെസ് ഐ ക്യാൻ. ആക്ടിവിറ്റി നമ്പർ 3, ഡിസ്ക്രിപ്ഷൻ. കളർ ദ പാരറ്റ്. ആദ്യം ഈ പാരറ്റിന് എന്ത് ചെയ്യുക? ടീച്ചർ പറയുന്ന നിർദ്ദേശമനുസരിച്ച് ഈ പാരറ്റിന് നിറം നൽകുക. പാരറ്റിൻ്റെ നിറം എന്താ? ഗ്രീൻ അല്ലേ? അതിൻ്റെ ബീക്കിൻ്റെ നിറം എന്താ? റെഡ്. അതിൻ്റെ കഴുത്തിനൊരു റിങ്ങുണ്ട്. ആ റിങ്ങിന് ചുവന്ന നിറം നൽകണം. പിന്നെ ടീച്ചർ പറയും, ഈ മരത്തിൻ്റെ ബ്രാഞ്ചസിലെ ഇലകൾക്ക് ഗ്രീൻ കളർ നൽകാനും പറയും. അതും ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. ഇനി ഈ ഡിസ്ക്രിപ്ഷൻ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്നു. പൂർത്തിയാക്കിയാലോ? ആദ്യം നമുക്ക് എഴുതാം, ദിസ് ഈസ് എ പാരറ്റ്. ഇതൊരു തത്തയാണ്. ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ഇതിൻ്റെ നിറം എന്താണ്? ഗ്രീൻ ആണ്. ദ പാരറ്റ് ഹാസ് 2 വിങ്സ് ഓർ ലെഗ്സ് എന്നും എഴുതാം. പാരറ്റിന് 2 ചിറകുകൾ അല്ലെങ്കിൽ 2 കാലുകളുണ്ട് എന്നും എഴുതാം. ഇത് നിങ്ങൾക്ക് ഏതാണോ എഴുതണമെന്ന് തോന്നുന്നത് അത് എഴുതാം. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓർ ട്രീ. ഇത് ബ്രാഞ്ചോ ട്രീയോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്ത് വരുന്നത് എന്താണ്? ദ പാരറ്റ് ക്യാൻ ടോക്ക് ഓർ ഫ്ലൈ. ഇതിൽ ടോക്ക് ഓർ ഫ്ലൈ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. തത്തയ്ക്ക് പറക്കാൻ കഴിയും. തത്തയ്ക്ക് സംസാരിക്കാൻ കഴിയും. ആക്ടിവിറ്റി നമ്പർ 4, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ്. ചിത്രങ്ങൾ ചേരുംപടി ചേർക്കുക. ഡ്രാ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദം. ചിത്രങ്ങളെ അവയുമായി ബന്ധപ്പെട്ട വാക്യങ്ങളുമായി വരച്ച് ചേർക്കുക. ഫ്രോഗ് റിലേറ്റഡ് സെൻറ്റൻസ്, ഐ ക്യാൻ ജംപ്. എനിക്ക് ചാടാൻ കഴിയും. ഹണി ബി റിലേറ്റഡ് സെൻറ്റൻസ്, ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. റൂസ്റ്റർ റിലേറ്റഡ് സെൻറ്റൻസ്, ഐ സേ കൊക്കെ ഡൂഡിൽ ഡു. ഞാൻ കൊക്കക്കോ കോ എന്ന് ശബ്ദമുണ്ടാക്കുന്നു. എലിഫൻറ്റ് റിലേറ്റഡ് സെൻറ്റൻസ്,
ഐ ആം ബ്ലാക്ക്. ഞാൻ കറുത്തതാണ്. ഡോഗ് റിലേറ്റഡ് സെൻറ്റൻസ്. ഐ ആം എ ഡോഗ്. ഞാനൊരു നായയാണ്. ആക്ടിവിറ്റി നമ്പർ 5. ആഡ് എ ലൈൻ ടു ദ സോങ്. പാട്ടിന് ഒരു വരി കൂട്ടിച്ചേർക്കുക. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹർ. അധ്യാപിക പറയുന്നത് ശ്രദ്ധിച്ച് പാടുക. പാട്ടിന് ഒരു വരി കൂട്ടിച്ചേർക്കുക. ഹൈ ഡിയർ ഫ്രണ്ട്സ്. ഹായ് പ്രിയ കൂട്ടുകാരെ. കം വിത്ത് മീ. എൻ്റെ കൂടെ വരൂ. ലെറ്റസ് ഡാൻസ്. നമുക്ക് നൃത്തം ചെയ്യാം. അണ്ടർ ദ ട്രീ. മരത്തിൻ്റെ ചുവട്ടിൽ. അടുത്ത് നോക്കൂ. ഹൈ ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. ലെറ്റസ് പ്ലേ കൊടുക്കാം അല്ലേ, നമുക്ക് കളിക്കാം. അണ്ടർ ദ ട്രീ. നമുക്ക് ഡക്കുമായി ബന്ധപ്പെട്ട് വരികൾ കൂട്ടിച്ചേർത്താലോ. ഹൈ ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. ലെറ്റസ് സിങ് അണ്ടർ ദ ട്രീ. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും കാണാം.